എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ CPAS അഡ്മിഷനുമായി ബന്ധപ്പെട്ട്, അതായത് സെൻറ്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ CPASൻ്റെ ഈ വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സ്, അതുപോലെ തന്നെ ഈ ഒരു MLT, അതുപോലെ തന്നെയുള്ള വിവിധ UG കോഴ്സുകളിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റാങ്ക് ലിസ്റ്റ് വിദ്യാർത്ഥികൾ പരിശോധിച്ചിട്ടുണ്ടാകും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കൗൺസിലിങ്ങിനായിട്ടുള്ള രജിസ്ട്രേഷൻ നടക്കുന്നത്, അതായത് ഫസ്റ്റ് കൗൺസിലിംഗ് സെഷൻ നടക്കുന്നത് ഈ ഒരു 14-ാം തീയതി, അതുപോലെ തന്നെ 19-ാം തീയതി, അതുപോലെ തന്നെ 21-ാം തീയതി എന്നിങ്ങനെയുള്ള ഡേറ്റുകളിലാണ്, അതായത് ഓഗസ്റ്റ് മാസത്തിലാണ്. അപ്പോൾ ഓഗസ്റ്റ് 14, 19, 21 തീയതികളായിട്ടാണ് ഈ ഒരു കൗൺസിലിംഗ് നടക്കുന്നത്. അപ്പോൾ കൗൺസിലിങ്ങിനുമായി ബന്ധപ്പെട്ട്, അതായത് കൗൺസിലിങ്ങിൽ പങ്കെടുക്കേണ്ട വിദ്യാർത്ഥികളുടെ ഇമെയിൽ ID വിദ്യാർത്ഥികൾ പരിശോധിക്കേണ്ടതാണ്. അവരുടെ ഇമെയിൽ IDയിലേക്ക് ഈ ഒരു CPAS അവർക്ക് ഒരു അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ കൗൺസിലിംഗ് മെമ്മോ അയച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു കൗൺസിലിങ്ങിനായിട്ടുള്ള മെമ്മോ വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ മെയിലിലേക്കാണ്, അതായത് ഇമെയിലിലേക്കാണ് അത് അയച്ചിട്ടുണ്ടാവുക. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഇമെയിൽ ചെക്ക് ചെയ്യേണ്ടതാണ്. അതായത് കൗൺസിലിംഗ് മെമ്മോ will be sent to applicants in order of their rank. അതുപോലെ പ്ലീസ് ചെക്ക് യുവർ ഇമെയിൽ ഫോർ ഫർദർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഈ ഒരു ഇമെയിൽ ID പരിശോധിക്കുക. നിങ്ങളുടെ റാങ്ക് ബേസ് അനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു കൗൺസിലിങ്ങിനായിട്ടുള്ള മെമ്മോ അയച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഇമെയിൽ ID ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു കൗൺസിലിങ്ങിനായിട്ടുള്ള മെമ്മോ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അതുപോലെ 14-ാം തീയതിയാണോ, അല്ലെങ്കിൽ 19-ാം തീയതിയാണോ, അല്ലെങ്കിൽ 21-ാം തീയതിയാണോ, ഏത് ദിവസം ഏത് സെൻറ്ററിലാണ്, അതായത് ഏത് സെൻറ്ററിലാണ് അഡ്മിഷനായിട്ട്, അതായത് കൗൺസിലിങ്ങിനായിട്ട് പോവേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കൗൺസിലിംഗ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ കൗൺസിലിങ്ങിനായിട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാവിധ അപേക്ഷയിൽ നൽകിയിട്ടുണ്ടായിരുന്ന എല്ലാവിധ ഡോക്യുമെൻസിൻ്റെയും ഒറിജിനൽ എടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയുള്ള കോളേജിൽ ജോയിൻ ചെയ്യാവുന്നതും ആണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അഡ്മിഷൻ ലഭിക്കുന്ന കോളേജിൽ ആ ഒരു ദിവസം തന്നെ ഫീസ്, ചിലപ്പോൾ ആ ഒരു ദിവസമോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ദിവസമോ ഫീസ് അടക്കാനായിട്ട് നിങ്ങൾക്കൊരു സമയം അനുവദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു CPASൻ്റെ സെൻറ്ററിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. അതായത് ഈ ഒരു അഡ്മിഷൻ നേടാനായിട്ട്, അത് കൗൺസിലിങ്ങിന് പോകുന്ന സമയത്ത് തന്നെ ഫീസ് എടുക്കണോ, അതായത് ഫീസ് മുഴുവനായിട്ട് അടയ്ക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യം ഇവിടെ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ ജസ്റ്റ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അവർ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു ഫീസ് മുഴുവനായിട്ട് അടയ്ക്കേണ്ടതുണ്ടോ എന്നുള്ളത് പറഞ്ഞു തരും. നിങ്ങൾക്ക് ഒരു വർഷം വരുന്ന ഫീസ് ഈ ഒരു CPASൽ 1,13,000 രൂപയാണ്. ഈ ഒരു ജനറൽ കാറ്റഗറിക്ക് വരുന്നത്. SC ST OECയിൽ ഫീ കൺസെഷനുള്ള വിദ്യാർത്ഥികൾ എന്നിവർക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഈ ഒരു, അതായത് 12,000 രൂപയാണ്. അതിൽ 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റാണ്. അതായത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് തിരികെ റീഫണ്ടായിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫീസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് അത് CPAS സെൻറ്ററിൽ, അതായത് ഈ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വിളിച്ച് ചോദിക്കുക. അതായത് നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ എത്ര രൂപ, അതായത് അഡ്മിഷൻ എടുക്കാൻ വരുന്ന സമയത്ത്, അതായത് കൗൺസിലിങ്ങിൽ പങ്കെടുത്ത് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ എത്ര പൈസ അടക്കണം എന്നുള്ള കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ചിലപ്പോൾ ടോക്കൺ ഫീ എന്ന പോലെ ജസ്റ്റ് ഒരു 25,000 രൂപയാണ് അടയ്ക്കേണ്ടി വരിക. അല്ലാന്നുണ്ടെങ്കിൽ കോഴ്സ് ഫീസ് മുഴുവനായിട്ട് അടയ്ക്കേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് അത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു മൊബൈൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റാങ്ക് ബേസായിട്ട് നിങ്ങളുടെ ഇമെയിൽ IDയിലേക്ക് ആ ഒരു കൗൺസിലിങ്ങിനായിട്ടുള്ള മെമ്മോ അയച്ചിട്ടുണ്ടാകും. ജസ്റ്റ് അത് നിങ്ങൾ പരിശോധിക്കുക. ഈ ഒരു കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യുകയും നിങ്ങൾ അപേക്ഷയിൽ നൽകിയിട്ടുള്ള എല്ലാവിധ ഡോക്യുമെൻറ്റും കറക്റ്റാണ്, അതിൻ്റെ ഒറിജിനൽ ഒക്കെ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതാണ് ഈ ഒരു കൗൺസിലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ് നിങ്ങളുടെ റാങ്ക് വൈസ് ആയിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ നൽകുന്നതാണ്. അപ്പോൾ അഡ്മിഷനായിട്ട് വിദ്യാർത്ഥികൾ എപ്പോഴാണ് ഹാജരാവേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ കൗൺസിലിംഗ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ 14, അതുപോലെ തന്നെ 19, 21 തീയതികൾ, ഓഗസ്റ്റ് മാസം ഈ ഒരു 14, അതുപോലെ 19, 21 തീയതികളിലായിട്ടാണ് ഈ ഒരു കൗൺസിലിംഗ് നടക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.